ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും. പുതുച്ചേരിക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് കര തൊടുകയെന്നാണ് ഏറ്റവും പുതിയ വിവരം. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കി. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ. പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണ് എന്നതാണ് സർക്കാർ നൽകുന്ന വിവരം. സുവി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുവി, ഇക്കാര്യത്തിൽ ഈ ചുഴലിക്കാറ്റ് കേരളത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ടോ? സജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടും എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇന്ന് വൈകിട്ടോട് മാത്രമേ ഇത് ചെന്നൈയിലേക്ക് എത്തുകയുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ചെന്നൈയോട് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 120 മണിക്കൂർ സ്പീഡിലാണ് ഇപ്പോൾ കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ചെന്നൈയുടെ പല ഭാഗങ്ങളിലും ഇതിനോടകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ചെന്നൈ, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് ഈ ഒരു ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതയ്ക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം ഇത് പുതുച്ചേരിക്ക് സമീപത്തേക്കാണ് ഈ കര തൊടുക. ആ സമയത്ത് കര തൊട്ടാൽ ഇത് ദുർബലമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ, അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും, കാലാവസ്ഥാ പ്രവചകർക്ക് പോലും തെറ്റിക്കാവുന്ന തരത്തിൽ ഉള്ള ദിശാവ്യതിയാനങ്ങളാണ് ഈ ഒരു കൊടുങ്കാറ്റിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത്. പുതുച്ചേരിക്ക് സമീപമാണ് ഇത് കര തൊടുക. അതിനുശേഷം ഇത് ദുർബലമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് നെല്ലൂർ, ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളായ നെല്ലൂർ, തിരുപ്പതി ഭാഗങ്ങളിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ചെന്നൈയിൽ ഇപ്പോൾ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ചുവപ്പ് കാണിക്കുന്ന ഭാഗമാണ് ചെന്നൈയിൽ മഴ പെയ്യുന്ന സ്ഥലം. കനത്ത മഴയാണ് ചെന്നൈയിൽ ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. താമ്പരത്ത് ട്രെയിൻ കയറുന്ന ട്രെയിൻ പാളത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. താമ്പരം, താരമണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുള്ളത്. ഒപ്പം ഈ സമീപത്തെ ഈ ഒരു തീരദേശ ജില്ലകൾ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തീരദേശ ജില്ലകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. 8 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. കാഞ്ചീപുരം, വില്ലുപുരം, കല്ലാക്കുറിച്ചി, തിരുവള്ളൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള 8 ജില്ലകളെയാണ് ഇത് ബാധിക്കുക. ഈ ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 2000-ലധികം സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ 470-ഓളം ആളുകളെ തീരത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇന്ന് കടലിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന സാമഗ്രികൾ, അതായത് ബോട്ടുകൾ ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കാനും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രശ്നബാധിത മേഖലകൾ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ എത്തി, ചെന്നൈയിലും മറ്റും എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ പ്രശ്നബാധിത സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ചെന്നൈയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ എയർപോർട്ട് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. 7 മണിവരെയാണ് അടച്ചിരിക്കുന്നത്. ഇൻഡിഗോ വിമാന സർവീസ് അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും 7 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു കൊടുങ്കാറ്റ്, ഈ ഒരു ചുഴലിക്കാറ്റ് ഈ പുതുച്ചേരിയുടെ സമീപ പ്രദേശത്ത് ലാൻഡ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ചുഴലിക്കാറ്റിന്റെ ആശങ്കയിലാണ് തമിഴ്നാടിന്റെ തീരങ്ങൾ. കോട്ടയത്തെ ആകാശ